ഹലോ, ഇന്ന് നമ്മൾ മാക്ഡാപ്പ് റെക്കോർഡർ ആപ്പിൽ എങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. ആദ്യം പ്ലേ സ്റ്റോറിൽ ചെല്ലാം, എന്നിട്ട് മാക്ഡാപ്പ് റെക്കോർഡർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് മാക്ഡാപ്പ് റെക്കോർഡർ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്, അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. പിന്നെ നമ്മളതിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ആക്സസ് കോഡും വെച്ച് ലോഗിൻ ചെയ്യാം. ഇനി നമ്മൾ ഈ ആപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സൈൻ അപ്പ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇനി സൈൻ അപ്പ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഈ ഫുൾ ഫോമും നമ്മൾ ഫിൽ ചെയ്യണം. ഇതിൽ ഓരോ ഡീറ്റെയിൽസും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഫിൽ ചെയ്യാൻ. ഇതിൽ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഫുൾ നെയിമാണ്. ഇതിൽ എക്സാമ്പിളായിട്ട് രജത് വർമ്മ എന്നാണ് ടൈപ്പ് ചെയ്തത്. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഏജ്, നമ്മുടെ പ്രായമാണ് ചോദിക്കുന്നത്. അടുത്തത് നമ്മളുടെ ജെൻഡർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇതിൽ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം നമ്മൾ മെയിൽ ആണെങ്കിൽ മെയിൽ എന്ന് തന്നെ കൊടുക്കണം, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്ന് തന്നെ കൊടുക്കണം. ഇതൊരു ഭയങ്കര കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇതിൽ ജെൻഡർ തെറ്റിച്ച് പ്രസ് ചെയ്താൽ ഓഡിയോ റിജക്റ്റ് ആവും. ഇനി നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് സ്റ്റേറ്റ് അമർത്തിയാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ കേരളം വേണം സെലക്ട് ചെയ്യാൻ. ഇവിടെ എക്സാമ്പിളായിട്ട് ബീഹാറാണ് സെലക്ട് ചെയ്തത്. ഇനി നമ്മളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. ഇതിൽ നമ്മളുടെ അതതായ ഡിസ്ട്രിക്റ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജ് വേണം സെലക്ട് ചെയ്യാൻ. അതിൽ പ്ലീസ് സെലക്ട് റെക്കോർഡിംഗ് ലാംഗ്വേജ് പ്രസ് ചെയ്താൽ കുറേ ലാംഗ്വേജസിൻ്റെ ലിസ്റ്റ് വരും. അപ്പം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലായതുകൊണ്ട് മലയാളം ലാംഗ്വേജ് വേണം സെലക്ട് ചെയ്യാൻ. ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജ് വേണം പ്രസ് ചെയ്യാൻ, അല്ലാതെ നമുക്ക് അറിയുന്ന ലാംഗ്വേജസ് അല്ല. ഇതിൽ നമുക്ക് ലാംഗ്വേജ് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. നമുക്കവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്യാം. ഇതിൽ ഫോർ എക്സാമ്പിൾ ഹിന്ദിയാണ് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ വേണം സെലക്ട് ചെയ്യാൻ. ഇതിൽ നിങ്ങളുടെ അതതായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യണം. സപ്പോസ് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സെലക്ട് ചെയ്യണം. അഥവാ 10th ബിലോ ആണ്, 10th ബിലോ സെലക്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ലാംഗ്വേജസും സെലക്ട് ചെയ്യണം. പ്ലീസ് സെലക്ട് നോൺ ലാംഗ്വേജസ്. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയോ അതൊക്കെ സെലക്ട് ചെയ്യണം. നിങ്ങളിപ്പം റെക്കോർഡ് ചെയ്യുന്ന ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യണം. മലയാളം അല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. ഇനി തമിഴ് അറിയെങ്കിൽ തമിഴ് സെലക്ട് ചെയ്യാം. ഹിന്ദി അറിയെങ്കിൽ ഹിന്ദിയും സെലക്ട് ചെയ്യാം. ഇതല്ലാതെ അറിയുന്ന എല്ലാ ലാംഗ്വേജസും സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ പിൻ കോഡ് സെലക്ട് ചെയ്യണം. ഇതിലിപ്പം ബീഹാറിൻ്റെ പിൻ കോഡ്സാണ് കാണിക്കുന്നത്. ബട്ട് നമ്മൾ കേരളം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിലെ ഡിസ്ട്രിക്ട്സിൻ്റെ പിൻ കോഡ്സ് ആയിരിക്കും കാണിക്കുക. ഇനി നമ്മുടെ കോർഡിനേറ്ററിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മളുടെ വോയിസ് ഡേറ്റ കൊടുക്കുന്ന കോർഡിനേറ്ററിൻ്റെ പേര് വേണം സെലക്ട് ചെയ്യാൻ. ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. സോ ഇത് നമ്മൾ കോർഡിനേറ്ററിനെ സെർച്ച് ചെയ്തിട്ട് അതത് മാത്രം സെലക്ട് ചെയ്യാം. സോ സപ്പോസ് നിങ്ങളുടെ വോയിസ് ഡേറ്റ കൊടുക്കുന്ന ആളുടെ പേര് ബബിത സിൻഹയാണ്. സോ നിങ്ങൾ ബബിത സിൻഹ വേണം സെലക്ട് ചെയ്യാൻ. ഇനി നമ്മൾ പ്ലീസ് സെലക്ട് കൺസെൻറ്റ് ഫോം ലാംഗ്വേജ് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്താൽ വരുന്ന ലിസ്റ്റിൽ നിന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ലാംഗ്വേജിനെ സെലക്ട് ചെയ്യണം.
ഇനി നമ്മൾ ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രസ് ചെയ്യണം. അതിന് ശേഷം രജിസ്റ്റർ ബട്ടൺ അമർത്തണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ യുവർ സെലക്റ്റഡ് ലൊക്കേഷൻ ഇസ് നോട്ട് മാച്ചിങ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പം കൊടുത്ത ഡിസ്ട്രിക്റ്റ് കാസർഗോഡാണ്, പക്ഷേ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ട്രിവാൻഡ്രത്താണെങ്കിൽ ഈ ഒരു പ്രശ്നം വരും. ബട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് ട്രിവാൻഡ്രവും നിങ്ങളുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രം ആണെങ്കിൽ ഒരു പ്രശ്നം വരില്ല, രജിസ്റ്റർ ആവും. ഓക്കെ, അപ്പം ഇതിന് ശേഷം നമ്മൾ രജിസ്റ്റർ അമർത്തിയാൽ നിങ്ങളുടെ സൈൻ അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ സാമ്പിളായിട്ട് നമ്മളുടെ വോയിസ് വെരിഫൈ ചെയ്യണം. അതിന് വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. ഇതിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് പ്രസ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. അങ്ങനെ നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പോസ് ബട്ടൺ അവൈലബിൾ ആണ്. ഈ ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് പറ്റിയായിരിക്കണം വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നിട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് പ്രസ് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് താഴെ കാണാൻ പറ്റും. ഇനി റെക്കോർഡ് ചെയ്തത് ശരിയായില്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ അമർത്തിയിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. വൺസ് നമ്മൾ ഡേറ്റ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വോയിസ് വെരിഫൈ ചെയ്യണം. അതിന് നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ആക്സസ് കോഡും കൊടുക്കണം. എന്നിട്ട് വെരിഫൈ വോയിസ് ബട്ടൺ അമർത്തിയാൽ നമ്മളുടെ വോയിസ് വെരിഫൈ ആവും. വോയിസ് വെരിഫിക്കേഷൻ ചെയ്യുമ്പം നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മുടെ വോയിസിൽ തന്നെ ആയിരിക്കണം. വൺസ് വോയിസ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയിൽ നിന്ന് നമുക്ക് വേറെ വോയിസിൽ നമുക്ക് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഡാറ്റാസൊക്കെ റിജക്റ്റ് ആവും. അങ്ങനെ ഇപ്പോൾ വോയിസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയി. നമ്മളിപ്പം സൈൻ അപ്പ് പ്രോസസ്സും കഴിഞ്ഞു, വോയിസ് വെരിഫിക്കേഷനും കഴിഞ്ഞു. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം നമ്മളിനി എങ്ങനെയാണ് മാക്ഡാപ്പ് റെക്കോർഡർ ആപ്പിൽ വോയിസ് രജിസ്റ്റർ ചെയ്യുക എന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ മാക്ഡാപ്പ് റെക്കോർഡർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ആക്സസ് കോഡും എൻറ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇനി ഇതിൽ നമ്മൾ നമ്മളെ അഡീഷണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്താലോ നമുക്ക് വോയിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ചോദിക്കുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ഇതിൽ നമ്മൾ നമ്മളുടേതായ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യണം. അപ്പർ മിഡിൽ, ലോവർ മിഡിൽ, അപ്പർ ലോവർ ഓർ ലോവർ, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണോ ഡാറ്റ കൊടുക്കുന്നത് ആ ഡിസ്ട്രിക്റ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഇതിൽ സെർച്ച് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ എക്സാമ്പിളായിട്ട് പാട്ന എന്നാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ആ ഡിസ്ട്രിക്റ്റിൽ എത്ര കൊല്ലം താമസിച്ചു എന്നത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി നമ്മൾ വേറെ ഡിസ്ട്രിക്ട്സിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ സപ്പോസ് നിങ്ങൾ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമേ താമസിച്ചിട്ടുള്ളെങ്കിൽ അത് മാത്രം മെൻഷൻ ചെയ്താലും മതി. ഇവിടെ നമ്മളൊരു കാര്യം നോട്ട് ചെയ്യണം, അതായത് മിനിമം 25 ഇയേഴ്സ്, അതായത് 25 കൊല്ലം നമ്മൾ ആ മെൻഷൻ ചെയ്ത ഡിസ്ട്രിക്റ്റിൽ നിന്നാലോ നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റുള്ളൂ.
മിനിമം 25 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് സോഷ്യോ എക്കണോമിക് ഡീറ്റെയിൽസും ഡിസ്ട്രിക്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിച്ചാലോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുള്ളൂ. ഇതിൽ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾ എപ്പോഴും ലൊക്കേഷൻ ഓൺ ആക്കണം. ഇനി നമ്മളെ കറൻറ്റ് ലൊക്കേഷനും നമ്മൾ കൊടുത്ത ലൊക്കേഷനും മാച്ച് ആയാൽ മാത്രമേ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ മിസ്മാച്ച് വരും. ഇതേപോലെ രണ്ടും ഒരേ ലൊക്കേഷൻ ആണെങ്കിലോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പോസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. മിനിമം 20 സെക്കൻഡ്സ് ഒരു ഇമേജിനെ പറ്റിയിട്ട് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യണം. ഇതിൽ നമ്മൾ എത്ര മിനിറ്റ് റെക്കോർഡ് ചെയ്തു, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മേലെ റീജനറേറ്റ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലിപ്പം നമുക്ക് ഇമേജ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേറെ ഇമേജ് വരും. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി. നമുക്ക് എത്ര പ്രാവശ്യം വേണേലും റീജനറേറ്റ് ഇമേജ് പ്രസ് ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്യുന്നതനുസരിച്ച് പുതിയ പുതിയ ഇമേജസ് വരികയും ചെയ്യും. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഇമേജിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നതിൻ്റെ ബേസിസിലായിരിക്കണം. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിംഗ് അമർത്തിയിട്ട് സബ്മിറ്റ് അടിച്ചാൽ മതി.